ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജില്ലാ എന്താണ് ജില്ലാ ആശുപത്രിയിൽ പുറത്തേക്ക് ഇറക്കിയപ്പോൾ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമുണ്ട്. അതിനുശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം അയാളെ പുറത്തേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അറിയില്ല. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ ഗോവിന്ദചാമി പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എനിക്കൊന്ന് അയാളുടെ കാലിന് എന്തോ പ്രശ്നമുണ്ട്. ഈ പറയുന്ന അയാളുടെ കാലിൽ തന്നെ നടക്കാൻ എന്തോ ഒരു പ്രയാസമുണ്ട്. ഉണ്ടാവണമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കിണറൊക്കെ ചാടുന്ന അല്ലെങ്കിൽ വലിയ മതിലൊക്കെ ചാടിയ ഗോവിന്ദചാമിക്ക് ഒരു കാലിനൊരു ചെറിയ ഉളുക്കെങ്കിലും വന്നതിൽ എന്താ. ഗോകുൽ വേണുഗോപാൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഇയാളെ ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഹാഷ്മി ACP ഓഫീസിലേക്കാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ മാറ്റിയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും തുടർ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൗൺ സ്റ്റേഷനും ACPയുടെ ഓഫീസും ഒക്കെ അടുത്തടുത്തായിട്ടാണ് നിലകൊള്ളുന്നത്. ടൗൺ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ACPയുടെ ഓഫീസ്. ACPയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ ഗോവിന്ദചാമിയെ എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് ഈ ഗോവിന്ദചാമി രക്ഷപ്പെട്ടത്? എത്ര നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇയാൾ അവിടെ നിന്ന് ജയിൽ ചാടിയത്? മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? ഈ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വാർഡന്മാർ ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയത് അറിയാൻ വൈകിയതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഒരു ദൂരീകരണവും ആവശ്യമാണ്. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളായിരിക്കും ഇവിടെ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ACP ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ACPയുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യുക. അതിനായിട്ടാണ് ഗോവിന്ദചാമി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ ടൗൺ സ്റ്റേഷനിലായിരുന്നു ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയ സമയത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ അധികൃതർ ടൗൺ സ്റ്റേഷനിലായിരുന്നു വിവരം അറിയിച്ചത്. പിന്നീട് ടൗൺ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും ഓട്ടോറിക്ഷ ജീവനക്കാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ആളൊഴിഞ്ഞ വീട്ടിലെ ഒരു കിണറിന്റെ അകത്ത് നിന്ന് ഗോവിന്ദചാമിയെ പിടികൂടിയത്. പിന്നീട് ചില ശാരീരിക അസ്വസ്ഥതകൾ അയാൾക്ക് അനുഭവപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും മെഡിക്കൽ പരിശോധന നടത്തുകയും ചെയ്തു. പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇനി പറഞ്ഞതുപോലെ ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട കേസ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. ACP ഓഫീസിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി ഉള്ളത്. എത്ര നേരം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കും എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. കൊടും ക്രിമിനലാണ്. ഈ പറഞ്ഞതുപോലെ 2011 ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യുന്നു. പിന്നീട് തൃശ്ശൂരിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വധശിക്ഷയിൽ ഇളവ് നേടുന്നു. ഇതിനിടയിൽ കണ്ണൂരിലെ അതീവ സുരക്ഷയുണ്ട് എന്ന് പറയുന്ന കണ്ണൂരിലെ സെൻട്രൽ ജയിൽ പാർപ്പിക്കുന്നു. അതിലെ അതീവ സുരക്ഷയുള്ള സെല്ലിൽ നിന്ന് ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിൽ അല്ലെങ്കിൽ ഒരുപാട് കാലം നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായ നീക്കത്തിനൊടുവിൽ അയാൾ ജയിൽ ചാടുകയാണ്. ഏറെ നാളായി തയ്യാറെടുപ്പ് നടത്തുകയാണെന്നു എന്നാണ് സൂചന. കഴിഞ്ഞ കുറേ മാസമായി ആശാൻ നല്ല വ്യായാമത്തിലായിരുന്നു. ഡോക്ടർ പറഞ്ഞു എന്നാണ് ജയിൽ അധികൃതരോട് പറഞ്ഞത്. നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞിരുന്നു. ഇടക്കാലത്ത് ഗോവിന്ദചാമിയെ കാണുമ്പോൾ നല്ല തടി വെച്ച് ആദ്യം ജയിലിലേക്ക് കൊണ്ടുപോയ ഗോവിന്ദചാമി അല്ലായിരുന്നു ഇടക്കാലത്ത് കണ്ടത്. അത് കഴിഞ്ഞ് ഇപ്പോൾ കാണുന്ന ഗോവിന്ദചാമി ആ വണ്ണമൊക്കെ ആ ദുർമേധസ്സൊക്കെ തടിയൊക്കെ നഷ്ടപ്പെട്ട് നല്ല വ്യായാമം നല്ല പെർഫെക്റ്റ് ഫിറ്റ് ബോഡി ആയിട്ടിരിക്കുന്ന ആളെയാണ് പിന്നെ കണ്ടത്. അത് വെറുതെ ആയതല്ല. ദീർഘനാളായി ജയിലിൽ വ്യായാമം നടത്തിയ തടി കുറച്ചതാണ്. അരിഭക്ഷണം ഒഴിവാക്കി ഡയറ്റിങ് തന്നെയായിരുന്നു. മാസങ്ങളായി അരിഭക്ഷണമൊക്കെ ഒഴിവാക്കി ചപ്പാത്തിയൊക്കെ കഴിച്ച് ഇപ്പോൾ ഡയറ്റിങ്ങൊക്കെ നടത്തി നേരത്തെ തന്നെ ശരീരം ആ രീതിയിലേക്ക് വഴക്കാൻ അല്ലെങ്കിൽ മതില് കാടാനൊക്കെ തയ്യാറെടുക്കുന്ന പരുവത്തിലേക്ക് അയാൾ ആക്കിയിരുന്നു. പിന്നെ കമ്പിയിൽ ഉപ്പ് വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. ഇപ്പോൾ കമ്പിയിൽ ഉപ്പ് വെച്ചത് ദ്രവിപ്പിച്ച് അതിനുശേഷം അത് മുറിച്ചു. കമ്പ് കട്ട് ചെയ്യാനുള്ള ആയുധം നേരത്തെ എത്തിച്ചു എന്നൊക്കെ സൂചനയുണ്ട്. 10-ാം നമ്പർ ബ്ലോക്ക് അതീവ സുരക്ഷാ ജയിലിലെ അതീവ സുരക്ഷാ മേഖലയാണ്. ജയിലിനകത്തെ ജയിൽ ആണ് ഈ 10-ാം ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 10-ാം ബ്ലോക്കിനകത്ത് ജയിൽ ഇപ്പോൾ ഇരുമ്പ് കട്ട് ചെയ്യാനുള്ള കട്ടറൊക്കെ ആണെങ്കിൽ ആ കട്ടറൊക്കെ എങ്ങനെ എത്തിച്ചു? അതോ ഈ ആക്സോ ബ്ലേഡ് മാത്രമാണോ? ആക്സോ ബ്ലേഡ് കൊണ്ട് ഇരുമ്പ് മുറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദമൊന്നും ആരും അത്രയും ദിവസം ആരും കേട്ടില്ലേ എന്ന ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും ഏറെക്കാലത്തെ ശ്രമം കൊണ്ട് അഴികൾ കട്ട് ചെയ്തെന്നാണ് ജയിൽ മേധാവി നമ്മളോട് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതും അതിനുശേഷം പിടിയിലായതും. ഗോകുൽ തുടർന്നു. ഗോകുൽ, അവിടെ ACP ഓഫീസിൽ ചോദ്യം ചെയ്യലുണ്ടോ? ACP ഓഫീസിനകത്ത് ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ടൗൺ സ്റ്റേഷനിൽ നിന്ന് ACP ഓഫീസിലേക്ക് മാറ്റിയത്. കാരണം ഈ ഹാഷ്മി പങ്കുവച്ച ചോദ്യങ്ങളൊക്കെ എല്ലാവരുടെ മലയാളികളുടെ മനസ്സിലൊക്കെ അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇത്രയധികം വലിയൊരു ക്രൂരമായ കൊലപാതകം നടത്തിയതിനു ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ പാർപ്പിച്ച ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. അയാളെ പിടികൂടുന്നു. ഏത് രീതിയിലാണ് ഇയാൾ രക്ഷപ്പെട്ടത്? നമ്മൾ സാധാരണഗതിയിൽ മറ്റു തരത്തിലുള്ള ജയിൽ ചാട്ടങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അതീവ സുരക്ഷയുള്ള ഒരു സെല്ലിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു ജയിൽ ചാട്ടമൊന്നും ആരും കേട്ടിട്ടില്ല, പ്രതീക്ഷിച്ചതുമല്ല.
മാത്രമല്ല സാധാരണ ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ചില പരിമിതികളുള്ള വ്യക്തിയാണ് ഗോവിന്ദച്ചാമി. അയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിച്ച ആളാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം എത്രത്തോളം പ്രാക്ടിക്കലാണ് ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിലൊക്കെ ചില സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. അതിനാൽ തന്നെ നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. ആരുടെയെങ്കിലുമൊക്കെ സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇത് കട്ടർ എവിടെ നിന്നാണ് ലഭിച്ചത്? അല്ലെങ്കിൽ ഈ കമ്പി മുറിക്കാൻ ആവശ്യമായിട്ടുള്ള ആയുധം എവിടെ നിന്നാണ് ലഭിച്ചത്? ഗോവിന്ദച്ചാമി ആരെങ്കിലുമൊക്കെ സ്ഥിരമായി വന്ന് കാണാറുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. മാത്രമല്ല 7.5 മീറ്റർ ഉയരമുള്ള ഒരു മതിലാണ്. ആ മതിൽ തുണി ഉപയോഗിച്ചുകൊണ്ട് വലിഞ്ഞു കയറി പുറത്തേക്ക് ചാടുന്നു. ആ ചാടുന്ന സമയത്ത് മറ്റാരുടെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 4:15 മുതൽ 6 മണി വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദച്ചാമി മിസ്സിംഗ് ആണ് എന്ന് ജയിലിലെ ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുകയും ടൗൺ സ്റ്റേഷനിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ, ചില ആശങ്കകളൊക്കെ ഉണ്ട്. ആ ആശങ്കകളൊക്കെ ദൂരീകരിക്കേണ്ട ആവശ്യവുമുണ്ട്. അതിനാൽ തന്നെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശേഷമായിരിക്കും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റേഷനകത്തേക്ക് അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നേരത്തെ മാധ്യമപ്രവർത്തകരെ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ട സമയത്തായാലും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചില ചോദ്യങ്ങളോട് അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കുക എന്നൊരു കാര്യം അദ്ദേഹം നൽകിയിരുന്നു. അതിനാൽ തന്നെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കണം. പ്രാഥമികമായിട്ടെങ്കിലും ഒരു മറുപടി ലഭിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും, പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ടു, സാധാരണ ഒരു തടവ് പുള്ളിയൊന്നും താടിയൊന്നും വെച്ചിട്ട് ഒരു തടവ് പുള്ളിയെ സാധാരണഗതിയിൽ കാണാറില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗോവിന്ദച്ചാമിയെ കാണുമ്പോൾ അയാൾക്ക് താടിയുണ്ട്. ഒരുപക്ഷെ ഇയാൾ കാലങ്ങളായി ഒരു ആസൂത്രണം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാളുടേതായിട്ട് നേരത്തെ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളിൽ താടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ജയിൽ ചാടുകയാണെങ്കിൽ പെട്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ സ്വയം മാറിയതാണോ, അതിൻ്റെയൊക്കെ ഒരു പരിശ്രമത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ ആ താടി വച്ചത് എന്ന് അറിയില്ല. അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ബാക്കിയുണ്ട്. മാത്രമല്ല നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ ഇയാൾ താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വളരെ തടിച്ച് കൂടുതൽ വെളുത്തിട്ടുള്ള രീതിയിലായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ കുറച്ചുകൂടി മെലിഞ്ഞ് ആദ്യം ജയിലിലേക്ക് ഗോവിന്ദസ്വാമി പോകുമ്പോൾ ഉണ്ടാകുന്നതിന് സമാനമായ രീതിയിലേക്ക് മാറി. അതിനോടൊപ്പം താടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില രൂപമാറ്റങ്ങളൊക്കെ ഗോവിന്ദസ്വാമി വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആസൂത്രിതമായിട്ടാണോ, നേരത്തെ തന്നെ ചിന്തിച്ചുറപ്പിച്ചിട്ടാണോ ഇത്തരത്തിലൊരു രൂപമാറ്റം വരുത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ചില സംശയങ്ങൾ, ഗോവിന്ദസ്വാമിയെ പോലെ ഒരു വ്യക്തി ജയിൽ ചാടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് സംഭവിച്ചു. അതും കണ്ണൂർ ജില്ലയിലെ അതീവ സുരക്ഷയുള്ള സെല്ലിൽ നിന്ന് ജയിലിൻ്റെ അഴി മുറിച്ചു മാറ്റിക്കൊണ്ട് 7-8 മീറ്ററുള്ള മതിൽ ചാടി ഒരു കൈ മാത്രമുള്ള ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം നേരത്തെ തന്നെ ഗോവിന്ദസ്വാമിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആലോചനകൾ അയാൾ നേരത്തെ നടത്തിയിരുന്നു എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കാരണം ഇയാൾ രൂപമാറ്റം വരുത്തിയിരിക്കുന്നു, അയാളുടെ തടി കുറച്ചിരിക്കുന്നു, ഇയാൾ അയാൾ കഴിഞ്ഞിരുന്ന സെല്ല് മുറിക്കുവാൻ വേണ്ടി കുറെ നാളുകൾ പരിശ്രമം എടുത്തിരുന്നു എന്ന് ജയിൽ മേധാവി തന്നെ പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ നേരത്തെ തന്നെ ഈ ഒരു ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇയാൾ കരുതി കൂട്ടി ഉറപ്പിച്ച് ചെയ്തതാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ചോദ്യം ചെയ്യാൻ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ACP ഉണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള സിറ്റി പോലീസ് കമ്മീഷണർ അകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അദ്ദേഹം ആ കാര്യം പറഞ്ഞിരുന്നു. കാരണം ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പങ്കുവച്ച സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കൂ എന്നൊരു മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയിട്ടുള്ളത്. എന്താ